എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾക്ക് വളരെ വ്യക്തതയും ലക്ഷ്യബോധവും ഉണ്ടാകുകയും ശരിയായ തീരുമാനം, വിജയം, ആരോഗ്യം, നല്ല ബന്ധങ്ങൾ ഇതൊക്കെയും നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ദൈവിക പ്രീതിയുണ്ട് എന്ന് അനുമാനിക്കാം. ഇങ്ങനൊരു ജീവിതം ലഭിക്കുവാൻ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കും. സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയും: ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവിക നാമം അല്ലെങ്കിൽ ദൈവിക മുദ്ര പതിയണം. നാം ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്ന അതുല്യമായ അടയാളത്തെയാണ് ദൈവിക മുദ്ര എന്ന് സൂചിപ്പിക്കുന്നത്. ഈ മുദ്ര ഒരു ഉപരിവിപ്ലവമായ മേലെഴുത്ത് മാത്രമല്ല, അത് നമ്മുടെ എല്ലാ വശങ്ങളിലും വ്യാപരിക്കുന്ന ഒരു ആഴമേറിയതും സ്ഥിരമേറിയതുമായ ദൈവിക പദ്ധതിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നാം ദൈവിക നാമം വഹിക്കുമ്പോൾ നമ്മിൽ യഥാർത്ഥ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. അടഞ്ഞ വാതിലുകൾ തുറക്കുകയും അവസരങ്ങൾ നൽകി വിജയം നേടിത്തരുന്നതുമാണ് ദൈവിക അനുഗ്രഹം. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് അറിയുന്നതിൽ നിന്ന് ലഭിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവും, ദൈവം നമ്മെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നതിൽ അറിയുന്നതിൽ നിന്ന് ലഭിക്കുന്ന ബലം, ഇതാണ് ദൈവിക അനുഗ്രഹം. ദൈവിക നാമം നമ്മിൽ പതിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിനയം, അനുസരണം, വിശ്വസ്തത തുടങ്ങിയവ വെളിവാകുന്നു. ദൈവിക നാമം വഹിക്കുന്നത് വെറും ഒരു പദവിയല്ല, അതിലുപരി അതൊരു ഉത്തരവാദിത്വമാണ്. നാം ദൈവത്തിൻ്റെ നാമം വഹിക്കുമ്പോൾ നാം അവനെ ബഹുമാനിക്കുകയും ദൈവിക സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക മുദ്ര പതിപ്പിക്കാനും ദൈവിക അനുഗ്രഹത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കുവാനും കഴിയണം. ഇതായിരിക്കട്ടെ നമ്മുടെ അനുഗ്രഹം. ഗോഡ് ബ്ലെസ് യു.